ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനും എൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് ഓണം ആഘോഷിക്കാൻ വേണ്ടി കോട്ടയത്ത് ഞങ്ങളുടെ ആൻറ്റിയുടെ വീട്ടിലായിരുന്നു പോയത്. അപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ പോകാൻ നേരത്ത് ഞങ്ങൾ ഈ ഒരു ചർച്ചിൽ കൊണ്ടുപോയി. ചർച്ചിൻ്റെ പേര് മാർത്താ മറിയം. ഇത് സ്ഥിരീകരിക്കുന്നത് നമ്മുടെ കോട്ടയം കുരുവിളങ്ങാടിലാണ് ഈ പള്ളി ഉള്ളത്. നല്ല ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ്. ഈ പള്ളിയിലെ മാതാവിനെ വിളിക്കുന്നത് മുത്തിയമ്മ എന്ന് പറഞ്ഞാണ്. ഈ കണ്ട വിളക്കിൽ നമുക്ക് എണ്ണ ഒഴിക്കാൻ പറ്റും. അവിടെ തന്നെ ഓൾറെഡി നമുക്ക് എണ്ണയുണ്ട്. എണ്ണ മേടിച്ച് വേണമെങ്കിൽ ഒഴിക്കാം, അല്ലാതെ അവിടെ അവിടെ എണ്ണ ഗ്ലാസ്സിലെടുത്ത് വെച്ചിട്ടുണ്ട്. ആ എണ്ണ വേണമെങ്കിൽ നമുക്കല്ലാതെ ഒഴിക്കാം. ആ എണ്ണയിലാണ് നമ്മളെ നിയോഗം പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ ആ അവിടുത്തെ എണ്ണ ഒഴിക്കുന്ന. ഈ അമ്മയുടെ അമ്മയുടെ പേരെന്ന് പറഞ്ഞാൽ മുത്തിയമ്മയെന്നാണ്. എന്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാലും നടത്തി തരുമെന്നാണ്. ഈ പള്ളിയിലെ പെരുന്നാൾ വലിയ രീതിയിലാണ് നടത്തുന്നത്. ഫെബ്രുവരിയിലാണ്ടാണ് പള്ളിയുടെ പെരുന്നാൾ. കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞായിരുന്നു. അല്ലാതെ ഇവിടെ എല്ലാ ഫസ്റ്റ് ഫ്രൈഡേയും നല്ല രീതിയിൽ കറക്റ്റ് പെരുന്നാൾ എങ്ങനെയാണോ അതേ കണക്ക് തന്നെയാണ് അവിടെ നടക്കുന്നതും. ഞങ്ങൾ പോയ സമയത്ത് ഭാഗ്യം ഞങ്ങൾക്കത് പെരുന്നാൾ കണക്കത്തുള്ള മാതാവിന് സപ്പറമൊക്കെ കൊണ്ടുപോകുന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ആ വിളക്കിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി ഭയങ്കര തിരക്കായിരുന്നു. ഒരു 6-7 കറക്കമല്ലേയും കാണും. കറങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ പോയി എണ്ണ ഒഴിക്കുന്നത്. പിന്നെ വലിയ കഥയായിട്ടൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് മാതാവ് 2 പിള്ളേരെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെട്ട് നീരുറവ അങ്ങനെ അവിടുന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ നേരെ മാതാവിൻ്റെ നീരുറവ ആ ഹോളി വാട്ടർ എടുക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ അപ്പുറത്തെ സൈഡിലോട്ട് പോയി. അവിടെ ഒരു പൈപ്പ് കണക്കത്തുള്ള സംവിധാനമൊക്കെ വെച്ചിട്ടുണ്ട്. അതിലാണ് ഈ മാതാവിൻ്റെ കുപ്പിയിൽ ഞങ്ങൾ ആ പൈപ്പ് ടാപ്പ് തുറന്ന് അതിൽ നിന്ന് ഹോളി വാട്ടർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാതാവിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കുന്നു. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ അവിടെ പോയപ്പം കറക്റ്റ് മാതാവിനെ സപ്രത്തി ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുമായിരുന്നു. കറക്റ്റ് അതെല്ലാം എനിക്ക് കാണാൻ പറ്റി. എനിക്ക് മാത്രമല്ല, എൻ്റെ ഫാമിലീസിന് എല്ലാവർക്കും കാണാൻ പറ്റി. അത് ഞങ്ങൾ ആദ്യ വെള്ളിയാഴ്ച തന്നെ പോയതുകൊണ്ട് ഞങ്ങൾക്കിതെല്ലാം കാണാൻ പറ്റി. പിന്നെ അവിടെ 3 പാർട്ടായിട്ടാണ് കേട്ടോ. ഫസ്റ്റ് ഇത് ഈ മുത്തിയമ്മയുടെ പള്ളി, അത് കഴിഞ്ഞ് സെൻറ്റ് ആൻ്റണിയുടെ പള്ളിയുണ്ട്. അതും ഇത് കണക്ക് സ്റ്റെയർ കയറിപ്പോയി. ഫസ്റ്റ് മുത്തിയമ്മയുടെ പള്ളി കഴിഞ്ഞിട്ടാണ് നേരെ അവിടെ ചെന്ന് എണ്ണ ഒഴിക്കുന്ന സംവിധാനം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇപ്പുറത്ത് ഒരു അത് കഴിഞ്ഞ് അതിന് വേണ്ടി ഇതൊക്കെ ഉണ്ടോ ഇതിലാണ് ഞങ്ങൾ മറ്റേ പള്ളിയിൽ കയറി. മറ്റേ പള്ളിയിലാണ് ഇപ്പോൾ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ നേരെ നടന്ന് ഇപ്പോൾ നേരെ സെൻറ്റ് ആൻ്റിയുടെ പള്ളിയിലോട്ട് ചർച്ചിൽ കയറി ഞങ്ങളിതാ അവിടുത്തെ വ്യൂ എടുക്കുവാണ്. മറ്റേ ഫ്രണ്ടിലത്തെ പള്ളിയുടെ നേരെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് ഇതാണ് സെൻറ്റ് ആൻ്റണിയുടെ പള്ളി. അതിന് ശേഷമാണ് ഒരു മണിമാളികയുണ്ട്. ആ മണിമാളികയാണ് ഇത്. ഈ മണി ഇവിടുത്തെ പെരുന്നാൾ ടൈമിൽ മാത്രമേ അടിക്കത്തുള്ളൂ. ഫെബ്രുവരിയിലാണ് ഇവിടുത്തെ പെരുന്നാൾ. ആ ടൈമിൽ മാത്രമേ ഇത് 3 വട്ടം അടിക്കത്തുള്ളൂ. ഇത് 3 മണിയുണ്ട്. ഈ 3 മണിക്ക് 3 പേരുണ്ട്. 3 അച്ഛന്മാരെ പേരെന്നാണ്ട് ഞാൻ അറിഞ്ഞത്. ഈ 3 മണി അടിക്കുമ്പോൾ നല്ല സൗണ്ട് എന്നാണ് പറയുന്നത്. അതും 3 വട്ടം പെരുന്നാൾ ടൈമിലാണ്ട് അടിക്കത്തുള്ളൂ എന്നാണ്ട് പറയുന്നത്. എൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഇതാണ് സെൻറ്റ് ആൻ്റണി പള്ളിയിൽ ഞാൻ പറഞ്ഞ എണ്ണ ഒഴിക്കുന്നത്. താഴത്തെ